ചെറിയൊരു ഗിവ് ആണ് കേട്ടോ. ഇത് 5K ആകുമ്പോൾ ഒരു എന്താ പറയുക, ചെറിയൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗിവ് നടത്താമെന്ന് വിചാരിച്ചത്. നമുക്കിനി നമ്മുടെ ഫാമിലി കുറച്ചുകൂടി വളർന്ന് കുറേ ദിവസം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതിനേക്കാളും വലിയൊരു ഗിവ് നടത്താം കേട്ടോ. ഇതൊരു കുഞ്ഞു ഗിവ് ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. 3 പേരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങിയാലോ? അപ്പോൾ നമ്മുടെ ഗിവ് വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യണത് ഇന്നാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 12 മണി വരെ കമന്റ് ഇട്ടവരിൽ നിന്നാണ് നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാൻ പോണത്. അത് ഞാൻ ഇന്നലെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള 3 വീഡിയോയിൽ നിന്നും ഓരോരുത്തരെയാണ് സെലക്ട് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പൊ ഞാൻ അന്ന് വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളവരുടെ പേര് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വന്നിട്ടുള്ള കമന്റ്സിൽ നിന്ന് ഞാൻ കറക്റ്റ് ആൻസർ പറഞ്ഞവരെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് അവരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇട്ടപ്പോൾ ഫസ്റ്റ് അത്രയ്ക്ക് കമന്റ്സ് വന്നിട്ടില്ല, എന്നാലും അത്യാവശ്യം കമന്റ്സ് വന്നിട്ടുണ്ട്. ഇങ്ങനെ 2 ഷീറ്റിൽ ഉള്ള അത്രയും കമന്റ്സ് ഇട്ടവരുടെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളവരുടെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇട്ടപ്പോൾ അതിനേക്കാളും കുറച്ച് കുറവായിരുന്നു, എന്നാലും അത്യാവശ്യം കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇങ്ങനൊരു ഷീറ്റിലുള്ളത് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കറക്റ്റ് മടക്കിയിട്ട് അതിലാണ് പേരുകൾ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് മടക്കിയിട്ട് ഡൗട്ട് എടുക്കാം. ഞാൻ ഈ പേപ്പറിൽ പേര് എഴുതിയിട്ടുള്ളത് കറക്റ്റായിട്ട് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ. കാരണം ഇത് കട്ട് ചെയ്തിട്ട് മടക്കിയിട്ട് വേണമല്ലോ നമുക്ക് ലോട്ട് എടുക്കാനായിട്ട്. അതുകൊണ്ട് ആദ്യം തന്നെ മടക്കി വെച്ചിട്ടാണ് പേര് എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലാണ് നമുക്ക് കൂടുതൽ കമൻസ് വന്നിട്ടുണ്ടായിരുന്നേ. അത് കുറച്ചധികം ഉണ്ടായിരുന്നു കേട്ടോ, കട്ട് ചെയ്ത് മടക്കി എടുക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ 3 ബോക്സിലായിട്ട് ഇടുകയാണ് ചെയ്തത്. പിന്നെ നമുക്ക് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി എനിക്ക് ഗിവ് അവേ തരുമോ, എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ സങ്കടമുണ്ട്, നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ എൻ്റെ ഒരു സന്തോഷത്തിന് ഒരു കുഞ്ഞു ഗിവ് അവേ വെച്ചിട്ട് ഞാനിങ്ങനെ 3 പേരെ സെലക്ട് ചെയ്തിട്ട് ഗിഫ്റ്റ് കൊടുക്കണതാണ് കേട്ടോ. മാത്രമല്ല ഇത് നറുക്കെടുത്തിട്ടാണല്ലോ, നമ്മൾ റാൻഡായിട്ട് അങ്ങനെ സെലക്ട് ചെയ്യണതല്ലോ. ഇപ്പോൾ കിട്ടാത്തവർ വിഷമിക്കേണ്ട, നമ്മുടെ ചാനലൊക്കെ ഒന്ന് വളർന്ന് മോണിറ്റൈസേഷനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് മണിയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇനിയും ഗിവ് അവേസ് ഒക്കെ വെക്കാം കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ പേപ്പറും മടക്കി ഇടുന്നുണ്ട്. ആക്ച്വലി ഞാനത് സൺഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതായത് 14-ാം തീയതി ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചത്, പക്ഷെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം മൺഡേ ആണ് അപ്ലോഡ് ചെയ്യണത്. അപ്പൊ നമുക്ക് നമ്മുടെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്താലോ? ഞാനിത് ഇവിടെ 3 ബോക്സ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ചെയ്തിട്ടുള്ളവരുടെ പേരുകളാണ് ഈ 1 എഴുതിയിട്ടുള്ള ബോക്സിലുള്ളത്. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ചെയ്തിട്ടുള്ളവരുടെ പേരുകളാണ് ഈ ബോക്സിലുള്ളത്. ഇത് 3-ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ചെയ്തിട്ടുള്ളവരുടെ പേരുകളാണ് ഈ 3 എഴുതിയിട്ടുള്ള ബോക്സിലുള്ളത്. നമുക്ക് ഈ എല്ലാ ബോക്സുകളും നന്നായിട്ടൊന്ന് ഷഫിൾ ചെയ്തിടാട്ടോ. ഫസ്റ്റ് ബോക്സ് ഇട്ടു, ഈ സെക്കൻഡ് ബോക്സ് ഒന്നും, ഇനി തേർഡ് ബോക്സും കൂടി ഷഫിൾ ചെയ്തിടുന്നുണ്ട്. ഇനി നമ്മുടെ വിന്നറിനെ സെലക്ട് ചെയ്യാനായിട്ട് പോണത് നമ്മുടെ നൈനുക്കുട്ടിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് നൈനുക്കുട്ടീനെ ഒന്ന് വിളിക്കാം. നൈനുക്കുട്ടി വന്നോളൂ. അപ്പോൾ ഹായ് പറഞ്ഞോ. ഹായ്. അപ്പോൾ നമുക്ക് വിന്നറിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോവാണ്. കുലുക്കിയെടുക്കുന്നതായിട്ട് ഷഫിൾ ചെയ്തെടുക്കും. അപ്പോൾ ഒരു വണ്ടിയുടെ സൗണ്ട് ഉണ്ട്, അതൊന്ന് പോയിട്ട് പറയാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വിന്നർ വന്നിരിക്കുന്നത് ഷമീന ഷാജി N5C എന്നുള്ള യൂസർ നെയിമിലത്തെ ആളാണ് കേട്ടോ. ഷമീന ഷാജി ആണ് നമ്മുടെ ഫസ്റ്റ് വിന്നർ. ഇനി നമുക്ക് സെക്കൻഡ് വിന്നറിനെ സെലക്ട് ചെയ്യാം. പിന്നെ ഷമീന ഷാജി, കൺഗ്രാറ്റ്സ്. അപ്പോൾ നമുക്ക് അടുത്ത വിന്നറിനെ സെലക്ട് ചെയ്യാം. സെക്കൻഡ് കുലുക്കിങ്ങനെ എടുക്കുക, കുറഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ സെക്കൻഡ് വിന്നർ ആരാന്ന് നോക്കിയാലോ? സുജാസ് കിച്ചൺ ആണ് നമ്മുടെ സെക്കൻഡ് വിന്നർ കേട്ടോ. സുജാസ് കിച്ചൺ, കൺഗ്രാറ്റ്സ്. നമുക്ക് തേർഡ് വിന്നറിനെ സെലക്ട് ചെയ്യാം. ഷാഹിദ് F3V3G ഈ യൂസർ നെയിമുള്ള ആളാണ് നമ്മുടെ തേർഡ് വിന്നർ കേട്ടോ. അപ്പോൾ കൺഗ്രാറ്റ്സ് ഷാഹിദ്. അപ്പോൾ നമ്മുടെ 3 വിന്നേഴ്സിനും കൺഗ്രാറ്റുലേഷൻസ്. നൈനുക്കുട്ടിയുടെ കൺഗ്രാറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ വീഡിയോയിൽ നമ്മുടെ ഈ ഗിവ് അവേയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമുക്ക് കമൻസ് ഒക്കെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. അതുപോലെ ഈ 3 വിന്നേഴ്സിനും കൺഗ്രാറ്റുലേഷൻസ്.
അപ്പൊ നമ്മുടെ 3 വിന്നേഴ്സിനും ഒരിക്കൽ കൂടി കൺഗ്രാറ്റ്സ് ഉണ്ട്. പിന്നെ നമ്മൾ കുറെ നാളായിട്ട് നടത്താമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഗീവ് അവേ. 5K ആവുമ്പോൾ നടത്താമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ കുറച്ച് കാരണങ്ങൾ കാരണം നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ നമുക്കിപ്പോൾ 7+K മെമ്പേഴ്സ് ആയിട്ടുണ്ട്. അപ്പം ഇത് ചെറിയൊരു ഗിവ് അവേ ആണ് കേട്ടോ. ഇത് 5K ആവുമ്പോൾ ഒരു എന്താ പറയുക, ചെറിയൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗിവ് അവേ നടത്താമെന്ന് വിചാരിച്ചത്. നമുക്കിനി നമ്മുടെ ഫാമിലി കുറച്ചുകൂടിയും വളർന്ന് കുറേ വ്യൂസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതിനേക്കാളും വലിയൊരു ഗിവ് അവേ നടത്താം കേട്ടോ. ഇതൊരു കുഞ്ഞു ഗിവ് അവേ ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. 3 പേരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ നമ്മുടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. മാത്രമല്ല ഇങ്ങനെ ഒരു ഗിവ് അവേ നടത്താൻ വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ആണ് ഏറ്റവും വലിയ താങ്ക്സ് എനിക്കുള്ളത്, പറയാനുള്ളത്. അപ്പോൾ എന്താ പിന്നെ നമ്മുടെ വിന്നേഴ്സ് ആയിട്ടുള്ളവർ എൻ്റെ മെയിൽ ഐ ഡി ഞാൻ പറയാം. ആ മെയിൽ ഐ ഡിയിലേക്ക് അവരുടെ, അതായത് വിന്നേഴ്സ് ആയിട്ടുള്ളവർ യൂസർ നെയിമും അതുപോലെ അവരുടെ കറക്റ്റ് പേരും കറക്റ്റ് അഡ്രസ്സും എനിക്കൊന്ന് മെയിൽ ചെയ്താൽ മതി. becreative@shruti@gmail.com എന്നാണ് എൻ്റെ മെയിൽ ഐ ഡി. അതിലേക്കൊന്ന് മെയിൽ ചെയ്തിട്ടാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനി നമ്മുടെ വിന്നർ ആയിട്ടുള്ളവർക്ക് കൊടുക്കാനായിട്ടുള്ള ഗിഫ്റ്റുകളാണ് കേട്ടോ ഇതൊക്കെയെന്ന് വെച്ചാൽ കുഞ്ഞു ഗിഫ്റ്റുകളാണ് കേട്ടോ. ഒരുപാട് വലിയ ഗിഫ്റ്റുകളൊന്നും അല്ല, കാരണം ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞൊരു ഗിവ് അവേ ആണെന്ന്. ഇനി അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് വലുതായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനേക്കാളും വലിയൊരു ഗിവ് അവേ വെക്കാം കേട്ടോ. ഇത് കുഞ്ഞിതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ആദ്യമായിട്ട് ഗിവ് അവേ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എങ്ങനെയൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്ന് ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഗിവ് അവേ ഇങ്ങനെ ചെയ്യാമെന്ന് ഒരു ഐഡിയ പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. കാരണം എല്ലാവരും നോർമലി കമൻസിൽ നിന്ന് റാൻഡോ ആയിട്ടോ അല്ലെങ്കിൽ ടോപ്പ് കമൻറ്റേഴ്സിനെയല്ലേ സെലക്ട് ചെയ്യുക. നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ട് അതിൻ്റെ ആൻസർ പറയുന്നവരെ ലോട്ട് എടുത്തിട്ട് അങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് ഹസ്ബൻഡിൻ്റെ ഐഡിയ ആയിരുന്നു. അത് എനിക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ചെയ്തത് കേട്ടോ. ഇത് നിങ്ങൾക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റിൽ പറയാൻ മറക്കരുത് കേട്ടോ. പിന്നെ കിട്ടാത്തവർ വിഷമിക്കരുത് കേട്ടോ, കാരണം നമുക്ക് 3 പേർക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത് സെൻറ്റഡ് ക്യാൻഡിൽസ് ആണ് കേട്ടോ. കത്തിച്ച് വെക്കുമ്പോൾ സ്മെല്ലുണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 3 ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു മഗ്ഗാണ്. പിന്നെ കുഞ്ഞ് പൗച്ചുണ്ട്. പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള 3 പേനയുണ്ട്. പിന്നെ 12 കളർ പെൻസിലും ഒരു ഷാർപ്പ്നറും വരുന്ന ഒരു കളർ പെൻസിലിൻ്റെ സെറ്റ് ഉണ്ട് കേട്ടോ. ഇത് കൂടാണ്ട് എൻ്റെ വക ഒരു സ്പെഷ്യൽ കുഞ്ഞു ഗിഫ്റ്റും കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ വിന്നറിൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് ഒരു കീ ചെയിൻ ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കുന്നത്. അതിന് വിന്നറായിട്ടുള്ളവർ എൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് പേരും അഡ്രസ്സും അയക്കണം. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ മെയിൽ ഐ ഡി കൊടുക്കാം. അപ്പോൾ അതിലേക്കൊന്ന് മെയിൽ അയച്ചിട്ടാൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇത് പാക്ക് ചെയ്യണ സമയത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കീ ചെയിനും കൂടി കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ ഈ ഗിവ് അവേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കൂടി കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതേപോലെ തന്നെ ഇനിയും സപ്പോർട്ടും ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് നന്ദിയുണ്ട്.